മലബാർ ദേവസ്വം ബോർഡിലെ സാമൂതിരി ദേവസ്വത്തിന് കീഴിലെ ക്ഷേത്രത്തിൽ സ്വർണം കാണാനില്ല. മലപ്പുറം തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലെ സ്വർണത്തിൽ കുറവുണ്ട് എന്നാണ് വെരിഫിക്കേഷൻ റിപ്പോർട്ട്. 361 ഗ്രാമിലധികം സ്വർണമാണ് കാണാതായിരിക്കുന്നത്. വെരിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് വിവരങ്ങളുമായുണ്ട്. ഗൂഗിൾ, സ്വർണം തട്ടിപ്പിന്റെ മറ്റൊരു വിവരമാണോ ഈ പുറത്തു വരുന്നത്? ഗോപികൃഷ്ണൻ, കൃത്യമായ ഇടവേളകളിൽ ഈ പറഞ്ഞതുപോലെ വെരിഫിക്കേഷൻ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടതാണ്. 2015 നടത്തിയതിനു ശേഷം ഇപ്പോൾ നടക്കുന്ന 2023 അതിലെ റിപ്പോർട്ട് പ്രകാരമാണ് മുൻ വർഷം ഉണ്ടായതിനേക്കാൾ 361 ഗ്രാം സ്വർണത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 2023 ഈ വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് 2015 വെരിഫിക്കേഷനായി സമർപ്പിച്ച പല ആഭരണങ്ങളും ലഭ്യമായിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പല നമ്പറിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഉമാമഹേശ്വര പ്രതിമ, താലി, ശൂലം, ആൾരൂപം തുടങ്ങി പല തരത്തിൽ ഭക്തജനങ്ങൾ കാണിക്കയെ സമർപ്പിച്ചിട്ടുള്ള സ്വർണത്തിന്റെ അളവിലാണ് ഇപ്പോൾ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മറ്റൊരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 2024 ഈ പറയുന്ന ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, ഭക്തജനങ്ങൾ കാണിക്കയെ സമർപ്പിക്കുന്ന പല സ്വർണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഇൻവെന്ററി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നില്ല എന്നൊരു കണ്ടുപിടുത്തം കൂടി അവിടെ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താത്തതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഉത്തരം നൽകുന്നില്ലെങ്കിൽ കൂടിയും ഇനിയുള്ള സമയത്ത് അത് രേഖപ്പെടുത്താമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്, അല്ലെങ്കിൽ ജീവനക്കാർ പറയുന്നത്. 361 ഗ്രാം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ 45 പവനിലധികം സ്വർണം വരും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വലിയ ഇപ്പോഴത്തെ തുകയൊക്കെ പറയുകയാണെങ്കിൽ 50 ലക്ഷത്തിലധികം രൂപയുടെ മൂല്യമുള്ള സ്വർണത്തിന്റെ കുറവാണ് ഈ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലബാർ ദേവസ്വം ബോർഡിന്റെ വെരിഫിക്കേഷൻ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നുള്ള വിവരാവകാശ രേഖ പ്രകാരം എടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. 361 ഗ്രാമിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെയും ഈ സാമൂതിരി ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പലതരത്തിലുള്ള വാർത്തകൾ 24 പുറത്തുവിട്ടിരുന്നു. അനധികൃത നിയമനത്തിന് അപേക്ഷിക്കാതെ ആൾക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ നൽകിയതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിട്ടും അതിലുൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തുവിടുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഈ സ്വർണത്തിന്റെ അളവിൽ കുറവ് സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. 2015 വെരിഫിക്കേഷൻ നടത്തിയ സമയത്ത് സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ 2023 വെരിഫിക്കേഷൻ സമയത്ത് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഏകദേശം 361 ഗ്രാമിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഈ രീതിയിൽ സമർപ്പിക്കാൻ സാധിക്കാത്തത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഗോപികൃഷ്ണൻ, ശരി. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.